ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികളും മുതിർന്നവരൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാറുള്ളതാണ് മോമോസ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മോമോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 19 മോമോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിൽ ചേർത്താൽ മതി. അപ്പോൾ ഏത് തരം ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമല്ല എടുത്തിരിക്കുന്നത്, സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിത് അടച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ. ഇനി ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജ് ഫില്ലിങ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ ഫില്ലിങ് ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ ഫില്ലിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം വെജിറ്റബിൾസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കണേ. ഇത് വേണമെങ്കിൽ ചിക്കൻ ശരിക്കും പച്ച ചിക്കനായിട്ട് ഇതുപോലെ തന്നെ ബോൺലെസ് പീസസ് എടുത്തിട്ട് മിക്സിയിൽ ഇട്ട് അടിക്കുകയാണ് ചെയ്യാറ്. അപ്പം എനിക്ക് അത്ര ആ പച്ച ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിത് വേവിക്കുന്നുണ്ട് ചിക്കൻ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇത് നന്നായിട്ട് ചെറുതാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പച്ച ടേസ്റ്റ് മതി എങ്കിൽ നിങ്ങൾക്ക് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ബോൺലെസ് പീസസ് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഫില്ലിങ് ചെയ്യാം. അതായത് വെജിറ്റബിൾസ് ഇപ്പോൾ ഓണിയൻ, ക്യാബേജ്, അതുമാതിരി നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനാവശ്യമുള്ള ഫ്ലേവറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് വിനീഗർ, അതുപോലെ സോയ സോസ്, റെഡ് ചില്ലി സോസ്, ഇതൊക്കെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ചേർക്കുക. അതിന് ശേഷം അത് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസുകൾ ചേർക്കാം. ഞാനിപ്പോൾ നാടൻ ചിക്കൻ എടുത്തുകൊണ്ട് അതിൽ ബോൺലെസ് പീസുകൾ കുറച്ച് കുറവാണ്. ബോണുള്ള പീസുകൾ തന്നെയാണ് ചേർക്കുന്നത്. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബോൺ മാറ്റിയെടുക്കാനാണ്. ഇതിപ്പോൾ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കണേ. നിങ്ങൾക്ക് ബോൺലെസ് പീസസ് ആണെങ്കിൽ ബോൺലെസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ചിക്കൻ വേവിച്ചെടുത്ത് അതിൻ്റെ എല്ലൊക്കെ മാറ്റി മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ചിക്കനിലേക്ക് നമുക്ക് ഒരു സവാള, 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് പെപ്പർ ക്രഷ് ചെയ്ത് കൊടുത്തത് ചേർക്കുന്നുണ്ട്. ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിത് സോസ് കൂട്ടിയിട്ടാണ് പൊതുവെ മോമോസ് കഴിക്കുക. അപ്പം അതുകൊണ്ട് ഇതിലധികം സ്പൈസി ആക്കാറില്ല മോമോസ്. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡോ ഒന്ന് പരത്തിയെടുക്കണം. മാവ് നമ്മൾ കുറേശ്ശെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. കുറേശ്ശെ ചെറിയ ബോൾസ് കട്ട് ചെയ്തെടുക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി മാതിരി പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചപ്പാത്തി മാതിരി പരത്തി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒരു ബോൾ എടുക്കുക. അതിന് ശേഷം പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കണം. അത്യാവശ്യം നല്ല തിന്നാക്കിയിട്ട് പരത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി ചെറുതാക്കിയിട്ട് ഉരുളകുത്തി പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. നല്ല ചെറിയ റൗണ്ടുകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിതിപ്പോൾ ചപ്പാത്തിക്ക് പരത്തണ മാതിരി തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോഴാണ് ഒരേ സൈസ് കിട്ടുക. അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ അത്യാവശ്യം തിന്നായി വന്നിട്ടുണ്ട്. വല്ലാണ്ട് തിന്നായി നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കും, എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഒരു അത്യാവശ്യം തിന്നാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. പരത്തിയെടുത്തത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ നടുവിൽ മാത്രം ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. നടുവിൽ മാത്രം കൊടുക്കുക, നടുവിലേക്ക് ഒതുക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളത് ഞെറിഞ്ഞെടുക്കുകയാണ് അറ്റങ്ങൾ. ഇതുപോലെ ഞൊറിഞ്ഞ് കൊണ്ടുവരും. കണ്ടല്ലേ, ഇങ്ങനെ വരും. ഞെറിഞ്ഞ് എടുത്ത് ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലേറ്റിൽ ഒരെണ്ണം വയ്ക്കാം. അതിന് ശേഷം അതിൻ്റെ നടുവിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോരരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉറിഞ്ഞെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്താലും മതി. ഇതാവുമ്പോൾ അത്ര ഭംഗി കാണില്ല കാണാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഒന്ന് എല്ലാം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മോമോസ് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അതിൻ്റെ സ്റ്റീമറിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സ്റ്റീമർ എടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയില വെച്ചിട്ട് അതിൽ വെക്കാം നമുക്ക് മോമോസ്. അല്ലെങ്കിൽ കാബേജ് ഉണ്ടെങ്കിൽ കാബേജിൻ്റെ ലീഫ്. അപ്പം എൻ്റെ കയ്യിൽ രണ്ടുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്ന് ഓയിൽ തടവിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ മോമോസ് വെച്ച് കൊടുക്കുകയാണ്. ഇത്തിരി സ്പേസ് ഇട്ട് വെച്ച് കൊടുക്കുക. ഇത് സ്റ്റീം ചെയ്തെടുക്കണം. നന്നായിട്ട് അടച്ച് സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യണത് സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിൽ വെച്ചിട്ടും ഇതുപോലെ പാത്രത്തിൽ വെള്ളം വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റിൽ എണ്ണ തടവി അതിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് ഒരു 10 മുതൽ 15 മിനിറ്റിൻ്റെ ഇടയിൽ എടുക്കും സ്റ്റീമായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഇതിനുള്ള സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 തക്കാളി, മീഡിയം സൈസ് തക്കാളി ചൂടുവെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുകയാണ് നല്ലത്. വേറെ ഏത് തരം ഓയിലാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അത് കുറച്ച് സോസേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ക്രഷ് ചെയ്ത മുളക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറയ്ക്കാം. നമ്മൾ മോമോസിൽ അധികം എരിവ് ചേർക്കുന്നില്ല. ശരിക്കും സോസിലാണ് എരിവ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ കുറയ്ക്കാം. ആയിട്ടൊന്ന് തിക്കായി വരുമ്പോൾ ഓഫ് ചെയ്യാം. അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. സോസ് റെഡിയായി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി പതുക്കെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. കോഴിക്കോട്ടയുടെ മാതിരി തന്നെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നമ്മൾ എരിവുള്ളതാക്കണമെന്ന് മാത്രം. സാധാരണ നാളികേരം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ്. അതിന് കുറച്ച് വ്യത്യാസമാക്കണമെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ മോമോസിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.